Good afternoon to all. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay, good afternoon. Start with prayer. Prayer ചെയ്യട്ടെ മാം. Okay. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻകരളിൽ കൂട്ടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലോറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കൂടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Okay, and then next in the what of the signing? Sign in അല്ലേ മാം? Yeah, okay. ഹസ്നാണ് സൈൻ. കേൾക്കുന്നുണ്ട് അക്ഷിത, കേൾക്കുന്നുണ്ട്. Good afternoon. Importance of voting. Voting facilitates change. Voting ഉണ്ടെങ്കിൽ നമുക്കൊരു സമൂഹത്തിലെ ഒരു മാറ്റം വരുത്താൻ പറ്റും. വോട്ടിംഗ് ഇമ്പാക്ട് സോഷ്യൽ ഇഷ്യൂസ്. സമൂഹത്തിലെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. വോട്ടിംഗ് ഇസ് എ പില്ലർ ഓഫ് ഡെമോക്രസി. ഒരു ഗവൺമെന്റിന്റെ പില്ലറാണ് വോട്ടിംഗ്. വോട്ടിംഗ് ചെയ്താലേ നമ്മളെ ഗവൺമെന്റിൽ നമ്മളെ സഹായിക്കാനും ഒക്കെ ആൾക്കാരെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. വോട്ടിംഗ് ഇമ്പാക്ട്സ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. നമ്മള് പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ നിർണ്ണയിക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ്. വോട്ടിംഗ് പ്രൊട്ടക്ട്സ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മളെ മാനുഷിക അവകാശങ്ങളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വോട്ടിംഗ് വേണം. വോട്ടിംഗ് ഈസ് എ റൈറ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ. വോട്ടിംഗ് ഒരു റൈറ്റ് ആണ്. നമ്മളാണ് നമ്മളെ ഗവൺമെന്റിനെ തീരുമാനിക്കേണ്ടത്. അത് അപ്പൊ നമ്മൾ തന്നെ അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അതായത് നല്ലൊരു ഗവൺമെന്റ് ആണെങ്കിൽ നമ്മള് നല്ല വോട്ടിംഗ് റൈറ്റ് യൂസ് ചെയ്യണം. വെൻ വി ഡോണ്ട് വോട്ട് അതേഴ്സ് വോട്ട് ഫോർ us. ഈ കള്ള വോട്ടിംഗ് ഒക്കെ നടക്കുന്നത് നമ്മൾ വോട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ്. എവറി വോട്ടിംഗ് കൗണ്ട്സ്. ഓരോ വോട്ടും കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. വോട്ടിംഗ് ഹാസ് ഫിനാൻഷ്യൽ ഇമ്പാക്ട്. വോട്ടിംഗ് ഇസ് എ തോട്ട്ഫുൾ ആൻഡ് കോൺഫിഡൻഷ്യൽ പേഴ്സണൽ ആക്ട്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാ വോട്ട് ചെയ്യണമെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. താങ്ക് യു മാം. Okay, Hasna. Good afternoon, Miss. Good afternoon, all. Thought of the day. Small steps every day lead to big achievement. Meaning, success does not happen overnight. It's built step by step. Repeat. Small steps every day lead to big achievements. Meaning, success does not happen overnight. It's built step by step. Thank you, Miss. Okay, then how are you all? Have you had lunch? Doing well, ma'am. Doing well. Okay.
ഇതെന്താണ്? റെഡി ആണോ എന്ന് യെസ് മാം. റെഡിയാണ്. ഓക്കെ. എന്തിനാണ് റെഡി ആയിരിക്കുന്നത്? എന്തിനാണ് പറയൂ, കേൾക്കട്ടെ. നിങ്ങളെ മിസ്സേ ക്ലാസ് പ്രപ്പോസ് എടുക്കാൻ 3 പ്രൊപ്പോസിഷന്റെ ക്ലാസ് എടുക്കാൻ മാം പറഞ്ഞു തരുന്നില്ലേ? പറഞ്ഞു. ഓക്കെ, അപ്പൊ റെഡി ആണല്ലോ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്താലോ? പേര് ടെക്സ്റ്റ് ചെയ്തോളൂ. ഓക്കെ മാം. എങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കാൻ നോക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാലോ. ഓക്കെ, ഫസ്റ്റ് ഹസ്ന സ്റ്റാർട്ട് ചെയ്തോളൂ. Introduction. Proposition are words that ഹസ്ന, just wait. ഹസ്ന, ക്യാമറ കറക്റ്റ് ചെയ്ത് വെക്കൂ കേട്ടോ. ക്യാമറ ഒന്ന് കറക്റ്റ് ആയിട്ട് വെക്കൂ. ഓക്കെ. ക്യാമറ കയ്യിലാണ്, അതുകൊണ്ടാണ്. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. Preposition are words that show relationship between noun and pronoun and other words in a sentence. They often tell us where, when, or how something happens. നമ്മൾ ഒരു സെന്റൻസ് മീനിങ്ഫുൾ ആവണമെങ്കിൽ പ്രൊപ്പോസിഷൻ വേണം. Today we will learn about some common preposition: in, on, between. Preposition in, uses of in to show something inside a place or object, to talk about months, years, seasons, to show being a part of a group. Examples: the book is in the bag. She lives in Delhi. I was born in 2010. We have holidays in summer. ഇതില് നമ്മള് ഇത് വി ഹാവ് ഹോളിഡേസ് ഇൻ സമ്മർ എന്ന് പറയുമ്പോൾ ഈ സമ്മറിലാണ് എന്ന മീനിങ് സെന്റൻസ് ആക്കാനാണ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നത്. സോ പ്രൊപ്പോസിഷൻ ഓൺ, യൂസസ് ഓഫ് on to show something touching a surface. To show the pen is on the table. There is a picture on the wall. We go to school on Monday. My birthday is on 15th August. ഇവിടെ കുറച്ചും കൂടി മീനിങ് ഫുൾ ആവുന്നുണ്ട്. നമ്മൾ ഓൺ ഒരു സാധനത്തിന്റെ മേലെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. Preposition between, uses of between to show position in middle of two people, places, or things. Used when referring to two items. Example: the ball is between the two boxes. The teacher stood between the two students. The shop is between the bank and the school. ഇപ്പൊ നമ്മൾ അതിന്റെ കമ്പാരിസേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. പ്രൊപ്പോസിഷൻ ഓഫ് ഇൻ, ഓൺ ആൻഡ് ബിറ്റ്വീൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നാണ് നമ്മൾ പറയണം. In on, surface of specified things. A pen is on the box. Between, middle of two things. The pen is between the two books. ഇനി നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ചെയ്യാം. Fill in the blanks. The cat is dash on the chair. In or on? Binsi. ഇല്ലേ? ബിൻസിനെ കാണുന്നില്ല ഹസ്ന. ജയശ്രീ പറഞ്ഞോ? ഓൺ ദ ചെയർ ആണോ? അതെ ഇന്നല്ലേ? ഓൺ ദ ചെയർ ആണ്.
എന്താ ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും കൂടി. The cat മുകളിൽ is എന്ന സൂചന. dash the chair. In അല്ലെങ്കിൽ on. ഓൺ ദ ചെയർ, മുകളില്. കേട്ടില്ലേ? On ആണ് വരാം. ഓക്കെ, ഓൺ ദ ചെയർ. My mother was at the രമ്യ കേട്ടോ? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. The school is dash the post office and the hospital. Between ആണോ ഉപയോഗിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. അർച്ചന പറഞ്ഞോളൂ. ബിറ്റ്വീൻ. Yes. We celebrate Independence Day dash 15th August. On. ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. On 15th ഓണല്ലേ വരാം. ഓൺ. ഡേറ്റും ഡേറ്റ് ഓണാണ് ഉപയോഗിക്കാം. ഡേറ്റ് പ്രത്യേകിച്ച് പറയുമ്പോൾ മന്ത്സ് അല്ല, ഡേറ്റ് പറയുമ്പോൾ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യാം. ഇനി ഞാൻ കൺക്ലൂഡ് ചെയ്യണം. Preposition in, on, between helps us to clearly describe place, position. Using them correctly makes our sentences clear and meaningful. Thank you. Okay. Okay, Hasna. ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരില്ലേ? ആരാണ്? പേര് ടെക്സ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ടില്ലല്ലോ. നെക്സ്റ്റ് ഞാൻ പറയാം മിസ്സേ. ഓക്കെ, ചെയ്യാം. മിസ്സേ, അതെ ഞാൻ ടെക്സ്റ്റ് നമുക്ക് പഠിപ്പിച്ചതല്ല കേട്ടോ, വേറെ 3 എണ്ണം കണ്ടെത്തിയിട്ട് അതാണ് പറയുന്നത്. അത് കുഴപ്പമില്ലല്ലോ? നല്ല കാര്യം. എങ്ങനെ പഠിക്കുമല്ലോ എല്ലാവരും. അല്ല, അങ്ങനല്ല. ഇല്ല, ഞാനത് ചില ക്ലാസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ പഠിച്ചത് കൂടാതെ വേറെ പ്രപ്പോസൽ എടുത്ത് വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിവിടെ പറയാൻ ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, നല്ലതാണ് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഹെൽപ്പ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തോളൂ. മിസ് ക്യാമറ സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല. അവിടെ ഉണ്ട് ഞാൻ. Hi everyone. Today we are going to teach a topic, preposition. I discuss about 3 preposition, mainly far, onto and into. First one, far. Far is used to show distance. അതായത് ഫാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്റ്റൻസിനെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഫാർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളത് ഫാർ ഈസ് നോട്ട് യൂഷ്വലി യൂസ്ഡ് അലോൺ ആസ് എ പ്രപ്പോസിഷൻ. ഫാർ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്ക് ഉപയോഗിക്കാറില്ല. ഒരു പ്രപ്പോസിഷൻ ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നല്ല ഫാർ. അതിൽ കുറച്ച് ഒക്കേഷൻസ് ഉണ്ട് കേട്ടോ, അത് പറയാം അടുത്തതായിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫാർ ഫ്രം മീൻസ് അറ്റ് എ ലോങ് ഡിസ്റ്റൻസ് ഓർ വെരി ഡിഫറെന്റ് ഫ്രം. അതായത് നമ്മൾ ഫാറിന്റെ ഒപ്പം നമ്മൾ ഫ്രം യൂസ് ചെയ്യാറുണ്ട്. ആദ്യം ഒരു കാര്യം പറയുന്നത്, ഫാറിന്റെ ഒപ്പം നമ്മൾ ഫ്രം യൂസ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഒരു എക്സാമ്പിൾസ് ആണ് പറയുന്നത് കേട്ടോ. ദ സ്കൂൾ ഈസ് ഫാർ ഫ്രം മൈ ഹൗസ്. അതായത് സ്കൂള് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ. രണ്ടാമത്തെ, ദ വില്ലേജ് ഈസ് ഫാർ ഫ്രം ദ സിറ്റി. ഇതൊക്കെ നമ്മൾ ഫാർ ഫ്രം യൂസ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് നമ്മൾ ഫാർ ഒറ്റയ്ക്ക് ഒരു പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യാറില്ല. അതിന്റെ ഒപ്പം നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫാർ ഫ്രം ആണ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു തരണോ? രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദിസ് സ്റ്റോറി ഈസ് ഫാർ ഫ്രം ട്രൂ. അതായത് ആ സ്റ്റോറിയില് നമ്മൾ ട്രൂത്തിന്റെ അവിടേക്ക് അതിനേക്കാൾ ഒരുപാട് ദൂരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
അടുത്ത എക്സാമ്പിൾ ഹിസ് ഹൗസ് ഈസ് ഫാർ ഫ്രം ദ ഓഫീസ്. അതായത് ഓഫീസിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് അവരുടെ വീട്. അതാണ് നമ്മൾ ഫസ്റ്റ് ഫ്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത്. പിന്നെ കുറച്ച് ഒക്കേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഏതൊക്കെ ഒക്കേഷൻസിൽ നമ്മൾ ഈ എന്താ പറയാ ഫാർ യൂസ് ചെയ്യുന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മള് ഒപ്പീനിയൻ. ഓക്കെ, എന്താ പറഞ്ഞ ഹസ്ന? കേട്ടില്ല. ഇതിന്റെ നോട്ട്സ് തരുമോ? ആ, നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ ക്ലാസ് കഴിഞ്ഞാൽ ഓക്കെ ഗ്രൂപ്പിൽ ഇടാം. അതോ ഇപ്പൊ പറഞ്ഞു തരണോ എന്താ വേണ്ടേ? ഗ്രൂപ്പിലിട്ടാ മതി. ഓക്കെ. അടുത്തത് പറയുന്നത് നമ്മള് ഒപ്പീനിയൻ ആണ്. അതായത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഫാർ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ പറയുന്നത് ദ ബസ് ഗോസ് ആസ് ഫാർ ആസ് കൊച്ചി. അതൊരു എക്സാമ്പിൾ ആണ്. അതായത് നമ്മളൊരു അഭിപ്രായം പറയല്ലേ, നമ്മളേതായ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ഫാർ യൂസ് ചെയ്യാറുണ്ട്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹി വാക്ക്ഡ് ആസ് ഫാർ ആസ് ദ റിവർ. അതായത് അത്രയും സ്പീഡിലാണ്, റിവറിനെക്കാട്ടി സ്പീഡിലാണ് ആള് പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് പറയൂടാ. ഒന്ന് പതുക്കെ നിർത്തി പറയോ? ആ, ഓക്കെ പറയാം. നിങ്ങൾ എവിടെ എത്തി? അതായത് ഒന്നുകൂടി പറയണോ? ആദ്യം മുതൽ പറയണോ? ഞാൻ നിങ്ങൾ നോട്ട് ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞതാണ്. ഞാൻ മെല്ലെ പറയാം കേട്ടോ. മുതൽ മതി. എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. നമ്മള് ഫാർ ഒപ്പീനിയൻ പറയുമ്പോൾ ഫാർ ഉപയോഗിക്കില്ലേ, അത് മുതൽ. അതായത് നമ്മൾ കുറച്ച് ഒക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ ഫാർ യൂസ് ചെയ്യുന്നുള്ള കുറച്ച് ഒക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒപ്പീനിയൻ ആണ്. നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ ഫാർ യൂസ് ചെയ്യാറുണ്ട്. അതിന് 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ ബസ് ഗോസ് ആസ് ഫാർ ആസ് കൊച്ചി. അതൊരു എക്സാമ്പിൾ ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഹി വാക്ക്ഡ് ആസ് ഫാർ ആസ് ദ റിവർ. അതായത് റിവറിനെക്കാട്ടി വേഗത്തിലാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മൾ ഫാർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്തത് പറയുന്നത് ടൈം. നമ്മൾ ടൈം പറയുമ്പോൾ നമ്മൾ ഫാർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോ ദാറ്റ് ഹാപ്പൻഡ് ഫാർ ഇൻ ദ പാസ്റ്റ്. അതായത് അത് സംഭവിച്ചത് എന്താ പറയാ പാസ്റ്റിലാണ് സംഭവിച്ചിരുന്നത്, അതിന് മുന്നെയാണ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ. അതേപോലെ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ വി ആർ പ്ലാനിങ് ഫാർ അഹെഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ പറയുന്നു പറഞ്ഞു. ടൈമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫാർ യൂസ് ചെയ്യുന്നു പറഞ്ഞു. അടുത്തത് പറയുന്നത് നെഗറ്റീവ് സെന്റൻസ് ഓർ അതുപോലെ ആൻഡ് ക്വസ്റ്റ്യൻസ്. അതായത് നെഗറ്റീവ് സെന്റൻസ് പറയുമ്പോഴും ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും നമ്മൾ ഫാർ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ 2 എക്സാമ്പിൾ പറയാം കേട്ടോ. അതായത് ഈസ് ദ ഹോസ്പിറ്റൽ ഫാർ ഫ്രം ദ ഹിയർ. അതായത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരം ഉണ്ടോ ഹോസ്പിറ്റലിലോട്ട് പോവാൻ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അതിനെ ഫാർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് മൈ ഹൗസ് ഈസ് നോട്ട് ഫാർ. എന്റെ വീട് അത്ര അങ്ങ് ദൂരം ഒന്നല്ല. അതൊരു നെഗറ്റീവ് അങ്ങനത്തെ ഒരു രീതിക്കല്ലേ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫാർ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഒരു കമ്പാരിസൺ. അതായത് നമ്മളിപ്പോ പറഞ്ഞു ഒപ്പീനിയൻ, ടൈം, നെഗറ്റീവ് സെന്റൻസ് ആൻഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ കമ്പാരിസൺ. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പറയാം ദ ബുക്ക് ഈസ് ഫാർ ബെറ്റർ ദാറ്റ് വൺ. അതായത് ആ ബുക്ക് ഒന്നും കൂടി ബെറ്റർ ആണ്, മറ്റേ ബുക്കിനെ അപേക്ഷിച്ച് ഒന്നും കൂടി ബെറ്റർ ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫാർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടുഡേ ഈസ് ഫാർ കോൾഡർ ദാൻ യെസ്റ്റർഡേ. ടുഡേ ഈസ് ഫാർ കോൾഡർ ദാൻ യെസ്റ്റർഡേ. അങ്ങനെ പറയുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫാർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് പറയുന്നത് പിന്നെ പറയുന്നത് നമുക്ക് ഇത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് പറയാം. അതായത് കറക്റ്റ് അല്ലാത്ത ഒരു കാര്യം പറയാം. അതായത് മൈ ഹൗസ് ഈസ് ഫാർ ദ സ്കൂൾ എന്ന് നമ്മൾ പറയോ? ഇല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? മൈ ഹൗസ് ഈസ് ഫാർ ഫ്രം ദ സ്കൂൾ. അതായത് സ്കൂളിനെക്കാട്ടിയും സ്കൂളിലേക്ക് പോകുമ്പോൾ ദൂരെയാണെന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈ ഹൗസ് ഈസ് ഫാർ ഫ്രം ദ സ്കൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ഇത്? മനസ്സിലായി. അതായത് നമ്മൾ കുറച്ച് ഒക്കേഷൻസ് പറഞ്ഞു, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത്
ഓൺ ടു ആണ് കേട്ടോ. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഓൺ ടു ഒരു മൂവ്മെന്റിനെ സൂചിപ്പിക്കുന്നതാണ് ഓൺ ടു. നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. അതായത് നമുക്ക് ഓൺ നമുക്ക് പറഞ്ഞു കേട്ടറിയാം, അതുപോലെ ഓൺ ടു കേട്ടിട്ടുണ്ടെന്ന് നമുക്ക് അധികം അറിയില്ല അല്ലേ. ഓൺ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മൂവ്മെന്റ് നടക്കുന്നില്ല, നോ മൂവ്മെന്റ് ആണ് അവിടെ നടക്കുന്നത് ഓണില്. അതായത് അവിടെ സംഭവം ഉണ്ട്, പക്ഷെ അവിടെ ഒരു മൂവ്മെന്റ് ഒന്നും വരുന്നില്ല. അവിടെ ഉണ്ട്, പക്ഷെ ഓൺ ടുല് നമുക്കൊരു മൂവ്മെന്റ് ആണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു ചലനം സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് പറയാം കേട്ടോ. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദ കാറ്റ് ജംപ്ഡ് ഓൺ ടു ദ ടേബിൾ. അതായത് ആ പൂച്ച ആ ടേബിളിന്റെ മുകളിലേക്ക് ചാടി എന്നൊക്കെ പറയില്ലേ, നമ്മൾ മുകളിലോട്ട് എന്നൊക്കെ പറയും. മുകളിലേക്ക് എന്ന് പറഞ്ഞൊരു മീനിങ് ആണ് ഓൺ ടുല് വരുന്നത് കേട്ടോ. അതേപോലെ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ദ ചൈൽഡ് ക്ലിംഡ് ഓൺ ടു ദ ചെയർ. അതായത് ആ കുട്ടി കസേരയുടെ മുകളിലേക്ക് കയറി, അങ്ങനെ പറയാ. അതേപോലെ ഹി വാക്ക്ഡ് ഓൺ ടു ദ സ്റ്റേജ്. സ്റ്റേജിന്റെ മുകളിലേക്ക് കയറി, അങ്ങനെ പറയില്ലേ. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഓൺ ടു യൂസ് ചെയ്യുന്നത്. ഇനി അതിൽ കുറച്ച് ഒക്കേഷൻസ് ഉണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് പൊസിഷൻ. അതായത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓൺ ടു യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹി സ്റ്റെപ്ഡ് ഓൺ ടു ദ സ്റ്റേജ്. അതായത് ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് മാറുകയല്ല ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അതായത് ആ വ്യക്തി ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് കയറി, സ്റ്റേജിലേക്ക് പോയി. അപ്പൊ അതൊരു ചേഞ്ച് ആണ്, നിൽക്കുന്ന പൊസിഷനിലേക്ക് അല്ല, ഒരു മാറ്റം അവിടെ സംഭവിക്കുകയാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഗോട്ട് ഓൺ ടു ദ ബസ്. അതായത് ബസ്സിനുള്ളിലേക്ക് കയറി, അവൾ ബസ്സിനുള്ളിലേക്ക് കയറി. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ അടുത്ത ഒരു ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ, അതായത് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് എക്സാമ്പിൾ പറയാം. ഒന്ന് കോപ്പി ദ നോട്ട്സ് ഓൺ ദിസ് പേജ്. അതായത് നമ്മൾ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്, കാര്യങ്ങൾ കോപ്പി ചെയ്യാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ദ ഡാറ്റ വാസ് അപ്ലോഡഡ് ഓൺ ടു ദ കമ്പ്യൂട്ടർ. അതായത് നമ്മൾ ഡാറ്റകൾ എന്താണ് അപ്ലോഡ് ചെയ്യാണ്, കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഡാറ്റകൾ അപ്ലോഡ് ചെയ്യാണ്. അതൊരു ഷിഫ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആണ്. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓൺ ടു യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് പറയുന്നത് പ്രഷർ അല്ലെങ്കിൽ ഓർ റെസ്പോൺസിബിലിറ്റി. പ്രഷർ ഓർ ആ കമ്പ്യൂട്ടറിന്റെ സെന്റൻസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? Okay. The data was uploaded. The data was uploaded onto the computer. Onto the computer. Okay ആണോ? നെക്സ്റ്റ് പറയുന്ന ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ ഓർ റെസ്പോൺസിബിലിറ്റി. എക്സാമ്പിൾ പറയാട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. Don't put your worries on to others. അതായത് നമ്മുടെ വറീസ് മറ്റുള്ളവരുടെ മേൽ ബ്ലെയിം ചെയ്യില്ല, നമ്മൾ റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മളൊരു കാര്യം മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നാണ് പറയണേ. അതാണ് ഡോണ്ട് പുട്ട് യുവർ വറീസ് ഓൺ ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ മേത്തേക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും അടിച്ചേൽപ്പിക്കാനായിട്ട് പാടില്ല. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾക്ക് ഓൺ ടു ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ. ഓണിന്റെയും ഓൺ ടുവിന്റെയും വ്യത്യാസം ഞാൻ പറഞ്ഞു. ഓൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നോ മൂവ്മെന്റ് ആണ് ഓൺ എന്ന് പറഞ്ഞാൽ. ഓൺ ടു എന്ന് പറയുന്നത് മൂവ്മെന്റ് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഓൺ ടു എന്ന് പറയുന്നത്. ഇത് ഓക്കെ ആണോ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻടു ആണ് കേട്ടോ. ഇൻടു നമ്മള് ആദ്യം പറഞ്ഞത് നമ്മൾ ഫാർ ആണ്, ഓൺ ടു പറഞ്ഞു. ഇനി അടുത്തത് ഇൻടു. ഇൻടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് എന്നൊരു മീനിങ് ആണ് പറയുന്നത് കേട്ടോ. അകത്തേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് എന്ന് പറയും. അത് ഒരു മൂവ്മെന്റ് തന്നെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ പുറത്തു നിന്ന് അകത്തേക്ക് വരിക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുക, അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഇൻടു എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം കേട്ടോ. ദ ചൈൽഡ് വാക്ക്ഡ് ഇൻടു ദ റൂം.
അതുപോലെ അതായത് ആ കുട്ടി നടന്ന് എങ്ങനെ റൂമിനുള്ളിലേക്ക് പോയി എന്ന് പറയില്ലേ. അടുത്തത് പറയുമ്പം ദ കാറ്റ് ജംപ്ഡ് ഇൻ ടു ദ ബോക്സ്, അതായത് ആ പൂച്ച എന്ത് ബോക്സിനുള്ളിലേക്ക് ചാടി എന്ന് പറയില്ലേ. അതേപോലെ ഷീ ഗോട്ട് ഇൻ ടു ദ ബസ്, ബസ്സിനുള്ളിലേക്ക് പോയി, ബസ്സിനുള്ളിലേക്ക് കയറി. ദ ബോൾ ഫെൽ ഇൻ ടു ദ ഹോൾ, അതായത് ഞാൻ ഈ എക്സാമ്പിൾ വേഗം പറയുന്നത് ഒന്നുകൊണ്ടല്ല, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചിടാം കേട്ടോ, നോട്ട്സ് അയച്ചിടാം കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ വേഗം പറയുന്നത്. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെയാണ് പറയണേ. പിന്നെ ഇതിൽ പറയുന്നത് ഒക്കേഷൻസ് പറയാം അല്ലെ. നമുക്ക് ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, അതായത് മാറ്റം, ചേഞ്ച്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ സീഡ് ഗ്രൂ ഇൻ ടു എ പ്ലാന്റ്, അതായത് സീഡ് എന്താണ് പ്ലാന്റിന്റെ ഉള്ളിൽ അങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ചേഞ്ച് അല്ലേ വരുന്നത്, സീഡിൽ നിന്ന് എന്തിലോട്ട് ചേഞ്ച് ആയി, ഒരു പ്ലാന്റിലോട്ട് ചേഞ്ച് ആകുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹെർ സാഡ്നെസ് ടേൺഡ് ഇൻ ടു ഹാപ്പിനെസ്, അതായത് അവളുടെ വിഷമം എന്തിലോട്ട് മാറി, ഹാപ്പിനെസ്സിലോട്ട് മാറി, അതായത് വിഷമം സന്തോഷത്തിലേക്ക് മാറി എന്നാണ് പറയണത്. അതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ചേഞ്ചിന് എക്സാമ്പിൾസ് ആണ് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത്. പിന്നെ പറയുന്നത് ഡിവിഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ, അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. കട്ട് ദ കേക്ക് ഇൻ ടു പീസസ്, അതായത് നമ്മൾ ഒരു കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഡിവൈഡ് ചെയ്തു, അപ്പം ഡിവിഷൻ ആണ് പറയുന്നത്. കട്ട് ദ കേക്ക് ഇൻ ടു പീസസ്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ദ ക്ലാസ് വാസ് ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്, അതായത് ക്ലാസ് നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ, ചേഞ്ച് ആണ് പറഞ്ഞത് അല്ലെ. ഒക്കേഷൻ പറയുമ്പം രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഡിവിഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ആണ് പറയുന്നത്. മൂന്നാമത്തെ നമ്മൾ പറയുന്നത് മൂവ്മെന്റ്, ക്ലാഷ് ഓർ ഫോഴ്സ്, അതായത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ക്ലാഷുകൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യൊക്കെ ചെയ്യില്ലേ, ആ സന്ദർഭങ്ങളാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. ദ കാർ ക്ലാഷ്ഡ് ഇൻ ടു ദ വാൾ, അതായത് കാറ് എന്താ പറയാ ക്ലാഷ്ഡ് ആയിട്ട് എവിടേക്ക് പോയി, വോളിന്റെ മുകളിലേക്ക് തട്ടി, നമ്മൾ ഇടിച്ചു കയറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ. രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ഹി റാൻ ഇൻ ടു ദ പോൾ. രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, ദ കാർ ക്ലാഷ്ഡ് ഇൻ ടു ദ വാൾ, ഹി റാൻ ഇൻ ടു എ പോൾ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ 3 പ്രപ്പോസിഷൻ ആണ് പറഞ്ഞത്, ഫാർ, ഓൺ ടു, അതുപോലെ ഇൻ ടു. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ ആണോ? എല്ലാവരും നോട്ട്സ് ഗ്രൂപ്പിൽ ഇടാം. എല്ലാവരും ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. മനസ്സിലായിടാം. മിസ്സേ, ഞാനിങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അങ്ങനെ കണ്ടെത്തിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്. തെറ്റുകൾ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, മിസ് പറഞ്ഞു തരണേ. എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായോ കേട്ടോ? നന്നായിട്ട് ഉത്തരം എഴുതിയ. ഒരുപാട് ഞാൻ പറയില്ലേ, നമുക്ക് പ്രപ്പോസിഷനെ കുറിച്ച് പറയാൻ ഒരുപാട് ഉണ്ടാകും, പക്ഷെ അത്രയൊന്നും വേണ്ട, ഇത്രയും മതി. നമുക്ക് അത്യാവശ്യം അറിയാനുള്ള കാര്യങ്ങൾ മാത്രം ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുക, അത് മതി. ഒരുപാടായി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആണല്ലോ അല്ലെ. ഓക്കെ ആണ്, നന്നായിട്ട് ക്ലാസ് എടുത്തു. കുറച്ച് സ്പീഡ് ഓർക്കും. ഓക്കെ, എന്നോട് പറയുന്നൊരു കംപ്ലൈന്റ് ഞാൻ ഭാഗ്യവശാൽ ഒരാളോട് പറയാൻ പറ്റി എനിക്ക്. ഓക്കെ, കുറച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ബെറ്റർ ആവാലോ അല്ലെ. അതെ മിസ്സേ, ടെൻഷൻ ആകുമ്പോ നമുക്ക് വേഗം തീർക്കാലോ, എന്തോ തോന്നിയപ്പോ നല്ല സ്പീഡിൽ. കുഴപ്പമില്ല കേട്ടോ, അന്നേരം ക്ലാസ് എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് എനിക്കറിയാം, കുറച്ചൊരു ബെറ്റർ ആക്കണം, ഇത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വളരെ മോശമൊന്നല്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കുറച്ചൊരു ബെറ്റർ ആക്കണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ വിചാരിക്കുക, കുറച്ചൊരു ബെറ്റർ ആയിട്ട് നന്നായിട്ട് പിന്നീട് ക്ലാസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ആരാ? രമ്യ. രമ്യ, ഓക്കെ. ഇനി ക്ലാസ് എടുക്കുന്ന എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാണ് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, ടെൻഷൻ എടുക്കണ്ട, കൂളായ ക്ലാസ്. ഞാനില്ലല്ലോ, ഞാനിവിടെ ജസ്റ്റ് വിളിക്കുന്നേ ഉള്ളൂ, ക്യാമറ ഓൺ ചെയ്തില്ലല്ലോ അല്ലെ. എല്ലാവരും നിങ്ങൾ കേട്ടിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ക്ലാസ് എടുക്കുന്നതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ടെൻഷൻ എടുക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, കൂളായിട്ടിരിക്കും ക്ലാസ്. ഓക്കെ ഓക്കെ, രമ്യ സ്റ്റാർട്ട് ചെയ്തോളൂ. Good afternoon, everyone.
Everyone had lunch. Good afternoon, teacher. Everyone had your lunch. Good afternoon. Yes. Okay. Yes. Then let's get started. Okay. Okay. Today's topic is about prepositions. As you all know about prepositions, prepositions are such small words or combination of two words, two or more words. അല്ലെ prepositions എന്ന് പറയുന്നത് ചെറിയ വേർഡ്സ് ആണ്. ചിലപ്പോൾ സിംഗിൾ വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് രണ്ടോ അതിലധികമോ ഉള്ള വാക്കുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. സോ ദീസ് prepositions are used with sentences to make them meaningful. They have no meaning when they are independent. അതായത് അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവർക്ക് വലിയ മീനിങ്സ് ഒന്നുമില്ല. പക്ഷെ ഒരു സെന്റൻസിനോട് ചേരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെന്റൻസിനെ മീനിങ് ഫുൾ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവിടെ അവർക്കും കൂടെ ഒരു മീനിങ് വരുന്നു എന്നുള്ളതാണ് ഈ പ്രിപ്പോസിഷൻസിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത് മെയിൻലി ഇപ്പൊ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എക്സാക്ട് ലൊക്കേഷൻ, അല്ലെങ്കിൽ ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ, അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് ടൈം, ഇതിനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട്. But we are discussing only 3 among them. Okay. Today we are discussing about the topic preposition, mainly since, during and for. ഈ മൂന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിൻസ് എന്ന് പറയുന്ന prepositions എപ്പോഴും യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിനാണ്. അതായത് ഒരു പ്രവൃത്തി ചെയ്തു തുടങ്ങിയ സമയം അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ടൈം, അല്ലെങ്കിൽ ഇത്ര കാലം തൊട്ടേ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്ര വർഷം തൊട്ടേ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം, രാവിലെ തൊട്ട്, നമ്മൾ സാറിന് പറയല്ലേ രാവിലെ തൊട്ട് ഞാൻ ഈ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെയൊക്കെ പറയുന്ന വേർഡ്സിലെ നമുക്ക് സിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. സെയിം ടൈമിൽ ഞാൻ ബാക്കിയുള്ള 2 പ്രൊപ്പോസിഷൻ കൂടി പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. ഡ്യൂറിങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം, അതായത് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സെയിം ടൈം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പം ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പാട്ട് കേട്ടോണ്ടൊക്കെ ജോലി ചെയ്യാറുണ്ട് അല്ലെ. പറയും ഷീ ലിസൺസ് ടു മ്യൂസിക് ഡ്യൂറിങ് ദ കിച്ചൺ കോഴ്സ്. അതായത് അടുക്കളയിലെ പണി ചെയ്യുന്നതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ആ മ്യൂസിക് കേൾക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും ഡ്യൂറിങ് യൂസ് ചെയ്യാറുണ്ട്. ക്ലാസ്സിൽ നോട്ട്സ് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം നോട്ട്സ് എഴുതിയെടുക്കുന്നുണ്ട്. we are listening to the class time, or we are taking the notes during the class time also. പിന്നെ ഫോർ വരുന്ന എന്തിനാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് സ്പെഷ്യൽ കാറ്റഗറിയാണ്. അതായത് ആ ഡ്യൂറേഷൻ ഓഫ് ടൈം കാണിക്കുക, എത്ര സമയത്തേക്കാണ് ആ ഒരു ഇവന്റ് നടന്നത്, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനു വേണ്ടിയിട്ടാണ് ഫോർ യൂസ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആയോ ആർക്കെങ്കിലും? മനസ്സിലാകുന്നുണ്ടോ? അപ്പം സിൻസ് എന്ന് പറയുമ്പോ പറയാമോ? കേട്ടില്ല. ഡ്യൂറിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊന്നിൽ എൻഗേജ്ഡ് ആവുമ്പോഴോ അതിനെ എടുത്ത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പം കുട്ടികള് പഠിക്കുന്ന അതേ ടൈമിൽ ചിലപ്പം കളിക്കാറുണ്ട് അല്ലെ. ഹി ഈസ് പ്ലേയിങ് ഡ്യൂറിങ് ദ സ്റ്റഡി ടൈം. സ്റ്റഡി ടൈമിന്റെ ഇടയ്ക്ക് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, മൂവി കാണുന്നതിനിടയ്ക്ക് അവൻ എന്നോട് സംസാരിക്കുകയാണ്. ഹി ഈസ് ടോക്കിംഗ് ടു മീ ഡ്യൂറിങ് ദ മൂവി, ഓർ ഹി ഈസ് ടോക്കിംഗ് ടു മീ ഡ്യൂറിങ് വാച്ചിങ് ദ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഡ്യൂറിങ് എന്ന് പറയുന്നത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നതിനാണ് ഡ്യൂറിങ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഫോർ എന്ന് പറയുന്നത് ആ ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്, എത്ര സമയത്തേക്കാണ്, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിച്ചത് സ്പെഷ്യലി നിനക്ക് വേണ്ടിയിട്ടാണ്. ഐ ബോട്ട് ദിസ് ഗിഫ്റ്റ്
സ്പെഷ്യലി ഫോർ യു, നിനക്ക് you. വേണ്ടി, Okay. വേണ്ടി എന്ന് പറയുന്നില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? 3. അപ്പൊ ഞാൻ കുറച്ച് ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്ന് പറയട്ടെ. അപ്പൊ ആരെങ്കിലൊക്കെ ആൻസർ അറിയാവുന്നവർ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മറിയ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ദ ബാങ്ക് dash 2010. Maria has been, അതെ, സിൻസ് ആണ്. മറിയ ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് എ ബാങ്ക് സിൻസ് 2010. അതായത് ഇത്ര കാലം തൊട്ട് എന്ത് ചെയ്യാണ്, മറിയ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, they have known each other dash they were in school. They have known each other dash they were in school. ഇതിൽ ഏതാ വരുന്നത്? സിൻസ് ആണോ, ഫോർ ആണോ, ഡ്യൂറിംഗ് ആണോ? During. 4 ആണോ? During. Since. ഇതിന്റെ ആൻസർ സിൻസ് ആണ്. അവര് സ്കൂളിലുള്ള കാലം തൊട്ടേ അവര് ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. സെന്റൻസിന്റെ മീനിങ് അതാണ്. അവർ സ്കൂളിലുള്ള കാലം തൊട്ടേ അവർ ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. എത്ര കാലത്തേക്കാണ് ഒന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. ദേ ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമായിട്ട് അവര് ഫ്രണ്ട്സ് ആണ്. അതാണ് ഡ്യൂറേഷൻ ഓഫ് ടൈം. ചെറിയൊരു ടൈം പറയുമ്പോഴാണ് അവിടെ 4 നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പർട്ടിക്കുലർ ആയിട്ട് എടുത്ത് പറയാനായിട്ടാണ് ആ 4 യൂസ് ചെയ്യുന്നത്. തുടക്കം മുതൽക്ക് എന്ന് പറയുന്നതിനാണ് സിൻസ് വരുന്നത്. മനസ്സിലായോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഐ വാസ് വെയിറ്റിംഗ് ഡാഷ് യു അറ്റ് ദ ഗേറ്റ്. ഫോർ യു. ഷീ kept talking to me dash the movie. She kept talking to me during the movie. രണ്ട് കാര്യം വന്നു. During. ഇനി she hasn't eaten anything dash breakfast. She hasn't breakfast. eaten. Since. കേട്ടില്ല. Since. She hasn't eaten anything dash breakfast. Since. Anything for breakfast Since എന്ന് ആണോ? പറയുന്നില്ല, ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അവൾ ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്ര സമയം തൊട്ടേ അവൾ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. ഷീ ഹാസിന്റ് ഈറ്റൺ എനിത്തിങ് ഡാഷ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൻസ് മോർണിംഗ് എന്ന് പറയാം. മനസ്സിലായോ? ഇനി they have been studying English dash 3 hours. They have been studying English dash 3 hours. During. കേട്ടില്ല. Since. അതെ, 3 മണിക്കൂറായിട്ട് അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. He fell asleep dash the class time. He fell asleep dash During the class time. എന്താണ്? During the class During time. the class time. Last time. The restaurant has been closed dash 10 p.m. The restaurant has been closed dash 10 p.m. അറ്റല്ലേ വരുള്ളൂ. നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. During. 4 ആണോ? The restaurant has been closed dash 10 p.m. Since. 4. Since ആണ്. ആൻസർ സിൻസ് ആണ്. കാരണം 10 മണി തൊട്ട് ആ കട അല്ലെങ്കിൽ ആ ഹോട്ടൽ അല്ലെങ്കിൽ ആ റെസ്റ്റോറന്റ് അടച്ചിട്ടിരിക്കുകയാണെന്നുള്ള മീനിങ് ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No. അപ്പം താങ്ക്സ് ഫോർ എവരിവൺ ഫോർ ദ പാർട്ടിസിപ്പേഷൻ. താങ്ക് യു മാം. ഓക്കെ രമ്യ. നെക്സ്റ്റ് ആരാ?
ആരില്ല ക്ലാസ് എടുക്കാൻ ഒരു മടിയാണ്. ആ രമ്യ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല മിസ്സേ. ഇല്ല. ഓക്കെ ജയശ്രീ അങ്ങനെ തോന്നിയോ മിസ്? Yes, miss. അതായത് രമ്യ ചെറുതായിട്ട് അങ്ങനെ തോന്നി കേട്ടോ. ഓക്കെ ജയശ്രീ പിന്നെ ക്ലാസ് എടുക്കണ്ടേ? എന്താണ് മടി? Okay. എന്താണ്? Good afternoon, everyone. Today we have to Good discuss afternoon, about teacher. preposition. Preposition are the words used before a noun or pronoun to show the relationship between one word and another. They tell us place, time, direction or position. അതായത് ഒരു നാമത്തിന് മുമ്പ് വരുന്ന സ്ഥലം, സമയം, പൊസിഷൻ, ദിശ, ബന്ധം എന്നിവയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് പ്രിപ്പോസിഷൻസ്. അപ്പൊ നമുക്ക് എളുപ്പമായിട്ട് പറയാൻ പറ്റുന്ന പ്രിപ്പോസിഷൻസ് ഇന്ന്, ഓണ്, അണ്ടർ. പ്രിപ്പോസിഷൻസ് കുറെ ഉണ്ട്. ഇൻ, ഓൺ, അണ്ടർ, അറ്റ്, ബൈ, വിത്ത്, ടു, ഫ്രം, ബിറ്റ്വീൻ, ബിഹൈൻഡ്. 10 പ്രിപ്പോസിഷൻസ് ആണ് ടോട്ടലിലുള്ളത്. അപ്പോൾ ഇതിൽ ഇന്ന്, ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്. മീനിങ് അറിയാത്തവർ എഴുതിയെടുത്തോളൂ. ഇന്നെന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, അറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപം. ഓക്കെ. ബൈ എന്ന് പറഞ്ഞാൽ സമീപത്ത്, വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ. സ്പീഡ് കുറയ്ക്കണോ? ഓക്കെ. ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ. ഫോർ എക്സാമ്പിളും പറയാവുന്ന ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. പൂച്ച ബോക്സിന്റെ ഉള്ളിലാണ്. അപ്പോ പ്രപ്പോസിഷൻ ഇന്നിന്റെ എക്സാമ്പിള് ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ഓക്കെ. അടുത്തത് ഓൺ, മുകളിൽ. ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അതായത് പുസ്തകം മേശയുടെ മുകളിലാണ്. ഓക്കെ. അപ്പൊ മുകളിലുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഓൺ വെച്ച് പറയും, ഉള്ളിലുള്ള സാധനങ്ങൾ ഇന്ന് വെച്ച് പറയും. അപ്പൊ ഇന്ന് വെച്ച് ദ ക്യാറ്റ് ഈസ് ഇൻ ദ ബോക്സ്. ഓൺ ആണെങ്കിൽ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബിൻസി ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അണ്ടർ എന്ന് പറഞ്ഞാൽ താഴെ, അതായത് ബെഞ്ചിന്റെ താഴെ, ഡെസ്കിന്റെ താഴെ, എന്താണ് പറയാ, കട്ടിലിന്റെ താഴെ, എന്തിന്റെയും താഴെ പറയുന്നതിന് നമ്മൾ അണ്ടർ വെച്ച് പറയും. അപ്പൊ അണ്ടർ വെച്ച് പറയുവാണെങ്കിൽ ബോൾ ഈസ് അണ്ടർ ദ ചെയർ. ഓക്കെ. അപ്പൊ ബോൾ നമ്മളുടെ എന്താണ്, അണ്ടർ ദ ചെയർ, താഴെയാണ്, ചെയറിന്റെ താഴെയാണ് ബോൾ ഇരിക്കുന്നത്. അപ്പൊ ബോൾ ഈസ് അണ്ടർ ദ ചെയർ. അറ്റ് എന്ന് പറഞ്ഞ സമീപത്ത്. ഓക്കെ. അപ്പോ എന്താണ്, ഹീ ഈസ് അറ്റ് സ്കൂൾ, അവൻ സ്കൂളിലാണ്. അപ്പൊ നമ്മൾ അറ്റ് യൂസ് ചെയ്യും, അറ്റ് സമീപം. ഓക്കെ. ബൈ, ബൈ എന്ന് പറഞ്ഞ സമീപത്ത്. സിറ്റ് ബൈ മീ, എന്റെ അടുത്തിരിക്കുന്നു. ഓക്കെ. എന്റെ അടുത്ത് വന്നിരിക്കോ. അപ്പൊ സിറ്റ് ബൈ മീ, എന്റെ സമീപത്തിരിക്കൂ. വിത്ത്, വിത്ത് എന്ന് പറഞ്ഞ കൂടെ. കം വിത്ത് മീ, എന്റെ കൂടെ വരൂ. ഓക്കെ. എന്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വിത്ത് യൂസ് ചെയ്യും. ഓക്കെ. ടു, ലേക്ക്, സ്കൂളിലേക്ക് പോകൂ. ഓക്കെ. സ്കൂളിലേക്ക്, ലേക്ക് എന്നുള്ളതിനാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്യണേ, ടു യൂസ് ചെയ്യണേ. ഫ്രം, നിന്ന്. കം ഫ്രം ഹോം. ഓക്കെ. വീട്ടിൽ നിന്ന് വരൂ. അപ്പൊ നമ്മുടെ കൂടെ വരൂ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫ്രം ആണ്. വരുന്നതിനാണ് നമ്മൾ ഫ്രം യൂസ് ചെയ്യുന്നത്. കം ഫ്രം ഹോം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ട് സാധനങ്ങളുടെ ഇടയിൽ വെച്ചുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ബിറ്റ്വീൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സിറ്റ് ബിറ്റ്വീൻ ദം. ഓക്കെ. ഞങ്ങളുടെ ഇടയിൽ ഇരിക്കൂ. ഓക്കെ. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പിന്നിൽ, എന്റെ ബാക്കിൽ ഇരിക്കുന്നത്. ഡോഗ് ഈസ് ബിഹൈൻഡ് ദ ഹൗസ്. അപ്പോ ബിഹൈൻഡ് യൂസ് ചെയ്യുന്നത് പിന്നിലുള്ള കാര്യങ്ങൾക്ക് ബിഹൈൻഡ് യൂസ് ചെയ്യും. പിന്നെ വേറെ എളുപ്പത്തിന് ഒരു കാര്യം പറയാം. നമ്മൾ പ്രിപ്പോസിഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റ്സ്, ഡേയ്സ്, മന്ത്സ്, ഇയർ, ഇതൊക്കെയാണ്. നമുക്ക് കൺഫ്യൂഷൻ വരും. അറ്റ് എവിടെയാണ് വരുന്നത്, ഓൺ എവിടെയാണ് വരുന്നത്, ഇന്ന് എവിടെയാണ് വരുന്നത് എന്നുള്ള സംശയം വരും. അപ്പൊ ഒരു എളുപ്പം പറഞ്ഞു തരാം. 1 minute. കാണുന്നുണ്ടോ ബോർഡ്? ഇവിടെ ഡാഷ് 7 PM. അപ്പോ 7 PM എന്ന് പറയുന്നത് നമ്മൾ പ്രിസൈസ് ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് കാണാൻ പറ്റുന്നില്ല?
പറ്റുന്നുണ്ടോ? ഇല്ല. ഇല്ല. ആർക്കും കാണാൻ പറ്റുന്നില്ല? ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പറയുന്നത് ഡേറ്റ്സ്, ഡേയ്സ്, മന്ത്സ്, ഇയേഴ്സ്. അപ്പൊ ഇത് എവിടെയൊക്കെ വരും എന്നുള്ള കൺഫ്യൂഷൻ ആണ് നമുക്ക്. അപ്പൊ ഡാഷ് 7 PM അതൊരു പ്രിസൈസ് ടൈമാണ് അല്ലെ? നമ്മളെല്ലാം എന്ത് പറയുമ്പോഴും നമ്മൾ ടൈം പറയുമ്പോൾ അറ്റാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അറ്റ്. ഓക്കെ, അപ്പൊ ടൈം പറയുമ്പോൾ നമ്മൾ ഒരു പ്രിസൈസ് ടൈമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ അറ്റ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഡേയ്സ് പറയുമ്പോൾ ഓൺ ഫ്രൈഡേ, ഓൺ മൺഡേ, ഓൺ സൺഡേ. ഇപ്പൊ ഇവിടെ ഡാഷ് ഫ്രൈഡേ എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ അത് എന്ത് വേണമെങ്കിലും വരാം, ഡാഷ് മൺഡേ, സൺഡേ, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഓൺ മൺഡേ. അതുപോലെ തന്നെ ഡാഷ് ഒക്ടോബർ എന്ന് പറയുമ്പോൾ എന്താണ്? മന്ത്സ് ആണ്. ഓക്കെ, അപ്പൊ ഒക്ടോബർ മന്ത്സിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഇന്നാണ് അവിടെ യൂസ് ചെയ്യുക. അപ്പൊ അത് ഓർത്ത് വെക്കുക. നമ്മൾ ടൈമിന് അറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ നമ്മൾ ടൈം പറയുമ്പോഴും നമ്മൾ ഒരു പ്രിസൈസ് ടൈം ആണെങ്കിൽ അറ്റാണ് യൂസ് ചെയ്യുക. നമ്മൾ ഡേയ്സ് ആണെങ്കിൽ നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മന്ത്സ് ആണെങ്കിൽ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ അറ്റ് ടൈം 7 PM അറ്റ് ഫ്രൈഡേ, ഓൺ ഫ്രൈഡേ, അതായത് ഡേയ്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇൻ ഒക്ടോബർ, അതായത് മന്ത്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ മിഡ് നൈറ്റ് ആണെങ്കിൽ അതും ഒരു പ്രിസൈസ് ടൈം ആണ് അല്ലെ? കാരണം മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ആണെങ്കിലും നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാരും ഓർക്കുക, ടൈമിന് നമ്മൾ പ്രത്യേക ടൈമിന് നമ്മൾ യൂസ് ചെയ്യുന്നത് PM 7 PM, അതായത് അറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ 1950 ഡാഷ് 1950 അവിടെ നമ്മൾ ഇയർ ആണ്, ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇയറിനെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അവിടെ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഡാഷ് ദ വിന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സീസൺ ആണ്. ഓക്കെ, അപ്പൊ സീസണിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് വരിക? ഇന്നാണ് വരിക. ഒരു വിന്റർ സീസൺ. ഓക്കെ, ഏതായാലും അപ്പൊ ആ ഒരു സീസണിനെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ അവിടെ ഇന്നാണ് വരിക. ഇനി ഡാഷ് 15th ഓഗസ്റ്റ് അവിടെ എന്താണ് വരിക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓൺ. ഓക്കെ, ഓൺ. കാരണം അവിടെ എന്താ വരുന്നേ? അവിടെ 15th ഓഗസ്റ്റ് ആണ് അല്ലേ? അപ്പൊ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞേ? മന്ത്സിനെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ? മിസ്, എനി കറക്ഷൻ? ക്ലിയർ ആണല്ലോ. കറക്ഷൻസ് എന്താ? ഓക്കെ മിസ്, ക്ലിയർ ഞാനേ ഇത് ബോർഡ് ക്ലിയർ ആയില്ലായിരുന്നു. അപ്പൊ ബോർഡ് കാണാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു. അതാണ് മിസ്. ഓക്കെ, ഓക്കെ. താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. ഇനി ആരാ? നെക്സ്റ്റ് ആരാ? ഗോപിക. മിസ്സേ, എനിക്ക് സ്ട്രെസ് ആണ് മിസ്സേ. കാരണം ക്ലാസ് എടുത്തിട്ടേ കവള് മുറിഞ്ഞ് 2 ദിവസമായിട്ട് ആന്റിബയോട്ടിക് കഴിക്കുക. അപ്പൊ അതെ മിസ്, ഗോപി ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുവാണ്. പല്ല് കൊണ്ടിട്ടേ ചുണ്ടിൽ ഇങ്ങനെ എന്തോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തുതരാം മിസ്സേ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ആയിട്ട് ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രം ക്ലാസ് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, റെസ്റ്റ് എടുക്കൂ കേട്ടോ. നന്നായി റെസ്റ്റ് എടുക്കൂ. ബിൻസി. ടീച്ചറെ, ഞാൻ 2-3 ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറിയിട്ടില്ല ടീച്ചറെ. ഹസ്ബൻഡിന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പൊ ഈ ആരെങ്കിലും റെഡിയാണോ ക്ലാസ് എടുക്കാൻ? ഇല്ല. ഇങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് പറയൂ. സത്യം പറഞ്ഞാൽ ഇന്ന് ശരിക്കും പ്രിപ്പയർഡ് അല്ലായിരുന്നു. കുറച്ചു നേരം മുമ്പാണ് മിസ്, അതായത് ഓരോ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തതാണ്. ഇന്ത്യയിലേക്കുള്ള ക്ലാസ് ഒന്നും കൂടി ഒരു ദിവസം എടുക്കാം മിസ്.
അതെ വിശ്വസിച്ചു. സത്യം. ഇന്നിപ്പോ ഇത്തിരി ഓട്ടം കൂടിപ്പോ വേഗം വന്നിരുന്നതാ ക്ലാസ്സിൽ. പക്ഷേ ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി എടുക്കുന്നല്ല കേട്ടോ ക്ലാസ്, മനസ്സിലാവുന്നല്ലോ. കുറെ ഇംപ്രൂവ് ചെയ്യാ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ്. ഇപ്പൊ റെക്കോ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം, അപ്ലോഡ് ചെയ്യുമ്പോൾ റെക്കോ ക്ലാസ് കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുത്തത്, എന്താ ചെയ്യണ്ടേ, കുറച്ച് ഇംപ്രൂവ് ചെയ്യണോ, കറക്ഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ പറയുന്നതിൽ കറക്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ഇതുവരെ നോക്കാറില്ല കേട്ടോ, നോക്കിയിട്ടില്ല. നിങ്ങൾ ക്ലാസ് എടുക്കാണ്, ഞാൻ ശ്രദ്ധിക്കുന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ ചെക്ക് ചെയ്യുന്നുള്ളൂ. അത് ഞാൻ തന്നെ പറയണമെന്ന് നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്വയം അത് മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ഞാൻ പറയാണ് ഇങ്ങനെ ക്ലാസ് എടുക്കണം കേട്ടോ, അങ്ങനെ എടുക്കൂ എന്ന് പറയാൻ ഞാൻ ആരുമല്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വേ ഓഫ് ടീച്ചിങ് ആണ് അല്ലെ. ഞാനത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് അത് അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. വ്യത്യാസം ഉണ്ടോ? ഓരോരുത്തർ ക്ലാസ് എടുക്കുന്നത് വ്യത്യാസമാണ്. നിങ്ങൾക്ക് ഇപ്പൊ 3 പേര് ക്ലാസ് എടുത്തു അല്ലെ, നിങ്ങൾ കേട്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലായാലോ. ഓരോരുത്തരും പല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നതും അത് അപ്രോച്ച് ചെയ്യുന്നതും അല്ലെ, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തോ നെക്സ്റ്റ് വീക്ക് എടുക്കാൻ പറ്റുമോ? കേട്ടില്ല. നെക്സ്റ്റ് വീക്കിൽ എടുക്കാൻ പറ്റുമോ? രമ്യാണെന്ന് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറയൂ, ഞാൻ ടൈം തരാം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഈ വീക്കില് ഞാൻ മിസ് തന്നെയാണ് സജസ്റ്റ് ചെയ്തത് രമ്യ ഇന്ന് പൊസിഷൻ എടുക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പറ്റിയില്ല മിസ്സേ. ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുക, എനിക്കത് ഒഴിവാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ക്ലാസ് കേൾക്കുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ, പക്ഷെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റൂല മിസ്സേ. അതെ മിസ്, രമ്യ വീട്ടിലല്ല, അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രമ്യ പ്രിപ്പയർ ആയോ എന്ന് ചോദിച്ചപ്പോ രമ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലല്ല. ഓക്കെ രമ്യ, കംഫർട്ടബിൾ ആകുമ്പോ ക്ലാസ് എടുക്കും കേട്ടോ. എടുത്തോട്ടെ മിസ്സേ? നെക്സ്റ്റ് വീക്ക് ആണോ? എടുത്തോളൂ. ഓക്കെ, താങ്ക് യു. എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ, റിമൈൻഡ് ചെയ്യാ, ഞാൻ മറന്നു പോകും. ഓക്കെ, എല്ലാവരെയും ക്ലാസ് എടുക്കണം കേട്ടോ. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് ക്ലാസ് എടുപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയല്ല കേട്ടോ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതും എനിക്ക് വേണ്ടിയല്ല. നമ്മൾ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ, ഓരോ ക്ലാസ്സിലും ഞാനിപ്പോ അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഇല്ലാന്ന് ഞാൻ പറയുന്നത്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എങ്ങനെ വന്നാലും നമ്മൾ ക്ലാസ് മുന്നിൽ വന്നിരിക്കുമ്പോ, ഇപ്പൊ ഞാൻ ഇപ്പോ ഇത് 3ാമത്തെ ക്ലാസ് ആണ് കേട്ടോ, ഇന്നത്തെ 3ാമത്തെ ക്ലാസ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഞാൻ പഠിപ്പിച്ച പോലെ ആയിരിക്കില്ല ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നത്, വ്യത്യാസമുണ്ട്. നമ്മുടെ മൂഡ് മാറാൻ നമ്മൾ പല രീതിയിലായിരിക്കും സംസാരിക്കുക. ഓക്കെ, അതുകൊണ്ട് പ്രിപ്പയർ ആകണം എന്നൊന്നുമില്ല. ഞാൻ എങ്ങനെ പ്രിപ്പയർ ആയി വന്നാലും ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ചിലപ്പോ മൊത്തം കയ്യിൽ നിന്ന് പോകും, ചിലപ്പോ ഞാൻ ചിന്തിക്കലും ബെറ്റർ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും. ഓക്കെ, അതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ പ്രാവശ്യം ഇത് എന്ത് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും മാക്സിമം അത് യൂസ് ചെയ്യാൻ നോക്കാം. കാരണം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ക്ലാസ് എടുത്തവർ ചിന്തിക്കുന്നുണ്ടാകാം, കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു, കുറച്ചുകൂടി സ്ലോ ആക്കാമായിരുന്നു, കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. നിങ്ങൾ തോട്ട് എല്ലാവർക്കും വരും. അപ്പോ നെക്സ്റ്റ് ടൈം കിട്ടുമ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യാം, അത് ഫോളോ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരോടും കൂടിയാണ് കേട്ടോ, എല്ലാവരും ക്ലാസ് എടുക്കുക, ഞാൻ നിർബന്ധിക്കില്ലേ ഇനി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ലുതിയ ക്ലാസ്സിൽ നിന്ന് എന്തോ ക്ലാസ്സില് ടെസ്റ്റ് ഇടുവോ പ്രിപ്പോസിഷന്റെ? നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ മോക്ക് ടെസ്റ്റ്. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ആർക്കെങ്കിലും ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. ഇനിയിപ്പോ ലുതിയ ചെയ്ത പോലെ വേറെ പ്രപ്പോസിഷൻ ആണെങ്കിലും അത്രയും നല്ലതാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ലുതിയ ക്ലാസ് എടുത്തപ്പോ ഫാൾ അല്ലെ ഇൻടു ഒക്കെ കുറച്ചുകൂടി ക്ലിയർ ആയിരുന്നു, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാലോ. അതുകൊണ്ട് നീ വേണമെങ്കിൽ
ഞാൻ വേണമെങ്കിൽ Yes, ma'am. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രപ്പോസിഷൻ. നമ്മള് ടെൻസ് പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വേറെ പ്രപ്പോസിഷൻ നിങ്ങൾക്ക് പഠിക്കണം അല്ലെങ്കിൽ അറിയണം എന്നാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തില് ഇവിടെ വന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കൂടെ മനസ്സിലാവും. ഓക്കെ, ഓ നന്നായിട്ട് നെക്സ്റ്റ് ടൈമും ക്ലാസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വേറെ ടോപ്പിക്ക് എടുക്കും. ഓക്കെ, കുറച്ച് സീരിയസ് ആയോ? കുറച്ച് സീരിയസ് ആവണം അല്ലേ? കുറച്ചെങ്കിലും സീരിയസ് ആവണ്ടേ അല്ലേ? പഠിക്കും. നിങ്ങൾ മടിയന്മാരാണ് കേട്ടോ. ഞാൻ ടു ബി ഫ്രാങ്ക് ചെയ്യാൻ പറയാം, നിങ്ങൾ എല്ലാവരും മടിയന്മാരാണ്. അത്രയും മടി വേണ്ട. നമുക്ക് പഠിച്ച് എവിടെയെങ്കിലും എത്തണ്ടേ, പൊസിഷനിൽ എത്തണ്ടേ. ചുമ്മാ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ നിമിഷവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴും ഓർമ്മ വേണം, ഓരോ നിമിഷവും നമുക്ക് വാല്യബിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? പറഞ്ഞത് മനസ്സിലായാലോ? സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ നോക്കാം. ഓക്കെ, എല്ലാവരോടും കൂടിയാണ്. ഞാൻ ഇനി ആരെയും പുഷ് ചെയ്യില്ല കേട്ടോ. ഞാൻ വെറുതെ ഫോഴ്സ് ചെയ്ത് ചെയ്യണം അങ്ങനെയല്ല. ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ആവശ്യമില്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കുകയൊന്നുമില്ല കേട്ടോ. അത് നമ്മുടെ കുട്ടികളാണെങ്കിൽ ശരി, കുറെ തല്ലി പഠിപ്പിച്ചാൽ അവർ പഠിക്കില്ല. അവരിഷ്ടത്തോടെ ആഗ്രഹത്തോടെ വന്നിരുന്ന് പഠിച്ചാൽ മാത്രമേ ഏതൊരു സബ്ജക്റ്റും മര്യാദക്ക് പഠിക്കാൻ പറ്റും. അതിന് എനിക്ക് ഇവിടെ പറയാനുള്ളൂ. എനിക്ക് കുറെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കാം, പക്ഷെ അങ്ങനെ നിങ്ങൾ പഠിക്കണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ടീച്ചർ ആകാൻ പോവാണ്, ടീച്ചർ ആണ്. ആ സ്കില്ല് ഇവിടുന്നേ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോവാം. പറയാൻ പറ്റില്ല, ഓപ്പർച്യൂണിറ്റീസ് വരാം. മനസ്സിലായോ? അപ്പോ ക്ലാസ് എടുത്ത 3 ടീച്ചേഴ്സ് നന്നായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ലൂതിയ കുറച്ചുകൂടെ എഫോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പൊ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഞാൻ പോട്ടെ, സൈനോട്ട് പറയും. മനസ്സിലാവുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല. മിസ് എന്തോ ഒരു നെറ്റ് പ്രോബ്ലം ഉണ്ടോ മിസ്? ഹസ്ന പറയുമ്പോഴേ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് നെറ്റിന്റെ. എക്കോ പ്രശ്നമാണ് മിസ്. Wonderful class. Okay, ma'am. Can I say? Thank you, ma'am. Today was a wonderful class presentation by my friends Ramya K, me, Jayashri, and we all did a very good performance. And Ludia did a great effort. She taught us new prepositions onto, into, for. We had a very nice time. Thank you, ma'am. ഓക്കെ, ലുതിയക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കഷ്ടപ്പെട്ടത് വെറുതെ അല്ലേ ലുതിയ? അതെ, എന്റെ ക്ലാസ്സിലെ കുറച്ച് പേര് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അല്ലേ, ഫോളോ ചെയ്യുന്നുണ്ടോ? ഇൻസ്റ്റയില് ഫോളോ ചെയ്യുന്നില്ല, ലുതിയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അയച്ചോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അങ്ങനെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാറില്ല കേട്ടോ. പക്ഷേ സൂപ്പറാണ് പ്രൊഫൈൽ, അല്ല പിക്ചേഴ്സ് ഒക്കെ ടീച്ചേഴ്സിന്റെ നല്ല സൂപ്പറാണ്. ലുതിയ ഷെയർ ചെയ്തായിരുന്നു, നന്നായിരുന്നു ടീച്ചേഴ്സ് ഒരുമിച്ചുള്ളത്. അതില് വെനസ്ഡേത്തെ മിസ് മാത്രം മിസ്സിംഗ് ആണ്. വെനസ്ഡേത്തെ അശ്വതി മിസ് ഉണ്ടല്ലോ, 2 അശ്വതി മിസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ മിസ്സിന് മാത്രം കിട്ടിയില്ല, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും സൂപ്പറാണ്. മിസ് സത്യം പറഞ്ഞാൽ ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷെ പിള്ളേർക്ക് എക്സാം ആണ് മിസ്, 3 പേർക്കും. അല്ല 3 പേരുടെ ഇല്ല. അപ്പൊ എക്സാമിന്റെ തിരക്ക്, പിന്നെ ക്രിസ്മസിന്റെ നമ്മുടെ സെലിബ്രേഷന്റെ പ്രാക്ടീസ്, പിന്നെ വീട്ടിലെ കാര്യം, എല്ലാം കൂടിയാണ് മിസ്. അതുകൊണ്ടാണ്. ഇതൊന്നും എക്സ്ക്യൂസ് അല്ല ജയശ്രീ. നമുക്ക് ഞാൻ പറയാറില്ലല്ലോ, നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് കൊടുക്കണം അല്ലെ? നമുക്ക് എന്തിനു വേണ്ടി നമുക്ക് ജോയിൻ ചെയ്തേ, അതെപ്പോഴും ചിന്തിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫോളോ ചെയ്യുന്നവര് മെസ്സേജ് അയക്കൂ, നമുക്ക് ചാറ്റ് ചെയ്യാം. കുറച്ച് പേരുള്ള ക്ലാസ്സില് 17 പേരുള്ള ക്ലാസ്സില് ക്ലാസ് എടുക്കാൻ ഉണ്ടാന്ന് തോന്നുന്നു. ഇന്ന് വളരെ കുറവാ ക്ലാസ്സില്. പക്ഷെ ഞങ്ങള് കുറച്ച് സമയം കൊണ്ടാണെങ്കിലും പ്രിപ്പയർ ചെയ്തു മിസ്.
കേറിയിട്ട് ഇറങ്ങിപ്പോയി കുറെ. വന്നിടത്ത് ലെഫ്റ്റ് ആയി പോയി. ആദ്യം 20 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ അല്ലെങ്കിൽ പോകും, എല്ലാവരും ലീവ് ചെയ്ത് പോകും. ഞാൻ കാണുന്നുണ്ട് ഇവിടെ ലീവ് ചെയ്ത് ജോയിൻ ചെയ്ത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നോട്ട് ചെയ്യണം മിസ് പേര്. ഞങ്ങൾക്ക് അബദ്ധവശാൽ പോകുന്നത് അല്ല, ചിലപ്പോ ഇങ്ങനെ മീറ്റ് എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഇതായി പോയിട്ട് വീണ്ടും എടുക്കും അപ്പൊ തന്നെ. ഓക്കെ ഓക്കെ, സോ താങ്ക് യു. എനിക്ക് നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് 2:30. ഓക്കെ ബൈ. ഓക്കെ മിസ്, താങ്ക് യു സോ മച്ച് മിസ്. താങ്ക് യു. താങ്ക് യു മിസ്.